ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ്. അപ്പോൾ അതേ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ 10 കളറിൻ്റെ ഒരു റെയർ വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നോക്കിക്കോ വന്നിരിപ്പോൾ എങ്ങനെ ഇതുണ്ടെന്ന് നോക്കിക്കോണേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചു വെയിലത്ത് വെച്ചാൽ ഇത് വാടുന്ന പ്ലാന്റ് ആണോ എന്നാണ് ഒരു ഡൗട്ടുണ്ട്. അപ്പം ഇത് ബോൾസം പ്ലാന്റ്സിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നോക്കിക്കോ, ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ, ചോട്ടിൽ നിന്ന് തന്നെ നല്ല തഴച്ചാണ് ഇത് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വെയിലത്ത് ഇത് വാടിപ്പോകുന്നതല്ല. ഇതിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു കളറ് എന്ന് വെച്ചാൽ വൈറ്റിൽ നല്ല ഓറഞ്ച്, നടുക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ പോലെ വരുന്നതാണ് ഈ ഫസ്റ്റ് പ്ലാന്റ്. അടുത്തതായിട്ടെന്ന് പറയാനായിട്ട് ഇത് കണ്ടോ, അടുത്തത് പിങ്കയിൽ വൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഡാർക്ക് പിങ്കയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ഇത് കണ്ടോ, നോക്കിക്കോ, ശ്രദ്ധിച്ചോ. അടുത്ത ഒരു കളറെന്ന് പറഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. ഇനി അടുത്തത് എടുക്കുന്നത് ഇത് നോക്കിക്കോ, ഇത് നല്ല മജന്തയാണ് കേട്ടോ. നല്ല മജന്ത എന്ന് പറഞ്ഞാൽ നല്ല മജന്ത അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് വീഡിയോയിൽ. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ, വെരിഗേറ്റഡ് ആണ്. ഇലയുടെ പ്രത്യേകത കണ്ടോ, ഇത് കണ്ടോ, ഇത്രയും റൂട്ടഡോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒന്നും തന്നെ നശിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് വാങ്ങിച്ചവർക്ക് ഇത് മനസ്സിലാകുമല്ലോ ഈ വീഡിയോ കാണുമ്പോൾ. അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ നല്ല റെഡാണ്, അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എനിക്ക് ഇന്ന് മഴയായതുകൊണ്ടാണ് ഇങ്ങനത്തെ തൈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ആ ഷെഡിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, അതാണേ. പിന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ആനച്ചെവിയൻ ബോൾസം എന്ന് പറയുകയല്ലേ. ഈ വെരിഗേറ്റഡിൻ്റെ തന്നെ വേറെ ഒരു ഇതാണ്. കണ്ടോ, ചെടി ചെറുതായിരിക്കും പക്ഷെ പൂ ഭയങ്കര വലുതാണ് കേട്ടോ. ഇതിൻ്റെ ഇത് നോക്കിക്കോ, കണ്ടോ, ഞാൻ കാണിച്ചു തരാം. പൂ ഭയങ്കര വലുതായിട്ട് നിൽക്കുക, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെയാണ്, പക്ഷേ പൂവ് ചെറുതാണ്. ഇതിൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട്, ലേഡീസ് ഫിംഗർ പോലത്തെ ലീഫാണ് കണ്ടോ. ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ നോക്കിക്കേ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതുണ്ട്, ഈ കളറ് വൈറ്റിൽ ഇത് കണ്ടോ, ഓറഞ്ച് കളറാണ് ഇത് വരുന്നത്. വൈറ്റിൽ ഓറഞ്ച് കളറായിട്ട് വരുന്നുണ്ട് കണ്ടോ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നല്ല റെഡ് വന്നിട്ട് അതിൻ്റെ നടുക്ക് വൈറ്റ് പോലെ, ലൈറ്റ് വൈറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള വേറൊരു കളറാണ്. ഇതാണ് ഡാർക്ക് മെറൂൺ വരുന്നത്, ഈ ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുന്നതാണ്. അത് ചെട്ടിയിലേക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് സെറ്റ് ചെയ്ത് കണ്ടോ, അതുണ്ടോ, അത് പൂത്ത് നിൽക്കുന്നത് കണ്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കണ്ടോ, അതിൻ്റെ പൂ കണ്ടോ. ആ പ്ലാന്റിനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് സെറ്റ് ചെയ്തതാണ്. പൂ നിൽക്കുന്നതുണ്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടെങ്കിലേ ഇതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ 94962266 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യണം. എങ്ങനെ 9496226601. അടുത്ത ഞാൻ വേറെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ നിങ്ങൾക്ക് തരാനുള്ളതിൻ്റെ തന്നെ കണ്ടോ, നല്ല ഓറഞ്ചിൽ വൈറ്റ് ഷെയ്ഡുള്ളത് കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ ഒത്തിരി അങ്ങ് പോകത്തില്ല. വളർന്ന് ഈ സാധാ ബോൾസം പ്ലാന്റ്, നാടൻ ബോൾസം പ്ലാന്റ്സ് പോലത്തെ അങ്ങ് വളർന്ന് പോകില്ല. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് ബുഷിയായിട്ട് നിൽക്കും പ്ലാന്റ്സ്. നിറയെ പൂവായിരിക്കും. ഈ പൂവിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നതല്ലല്ലോ കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഓടി ഇങ്ങ് പോന്നോളൂ. നമ്മുടെ ഈ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെയിലിന് ഞങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങും, നന്നായിട്ട് വെക്കുകയും ചെയ്യണം. പിന്നെ ഒന്നുകൂടെ പറയാണ് കേട്ടോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സ് ഏത് ടൈപ്പിലുള്ളതാണ് കൊടുക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ അവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ പ്ലാന്റ്സാണ് ഞാൻ തരുന്നത്. പ്ലാന്റ്സിൻ്റെ സൈസ് ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സും കൂടെ ഇതിൻ്റെ അകത്തുള്ളൂ. വെളിയിൽ നല്ല മഴ നടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് എടുത്തത് കേട്ടോ. പിന്നെ എന്തേലും ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥ അനുയോജ്യമായതുള്ളത് ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിയിലായിരിക്കും, അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇതുപോലൊരു ചട്ടിയിൽ തന്നെ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്താലും മതി കേട്ടോ.
അത് അല്ലാതെ കൂടുതൽ വലിയ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഇതിൽ വെച്ചാലും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ തന്നെയാണ്. ഒരു ഡാർക്ക് മെറൂണുണ്ട്, അവനെ നിങ്ങൾ ഇതുപോലെ ഈ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാ ചെടികളും ഒന്നിനൊന്നും വെച്ചും